ഈ കറി എന്താന്ന് മനസ്സിലായോ? ഇതാണ് കൊട്ടമാന്തൾ കറി. കൊട്ടമാന്തൾ എന്ന് പറഞ്ഞാൽ അറിയോ? നിങ്ങളുടെ ഭാഗത്തൊക്കെ ഇതിന് കൊട്ടമാന്തൾ എന്നാണ് പറയല്. ഇന്ന് ഉച്ചക്ക് ചോറുണ്ടാ നോക്കിയപ്പോഴാണ് ചോറിൽ കറി ഉണ്ടാക്കാൻ മറന്ന കാര്യം ആലോചിച്ചത്. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ആലോചിച്ചു. അപ്പൊ ഫ്രിഡ്ജിൽ കൊട്ടമാന്തൾ ഇരിപ്പുണ്ടായിരുന്നു. അടുപ്പത്ത് കഞ്ഞിവെള്ളം ചീനച്ചട്ടിയിൽ വെക്കുക. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് വെളുത്തുള്ളിയും പച്ചമുളകും ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ച കൊട്ടമാന്തൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊട്ടമാന്തളിൽ നല്ല ഉപ്പുണ്ടാവും കേട്ടോ. ഇപ്പൊ മനസ്സിലായോ കൊട്ടമാന്തൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? നമ്മളെ ഉണക്കമീൻ തന്നെ. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് പറയണേ. അപ്പൊ ഈ ഉണക്കമീൻ അല്ല, നമ്മുടെ കൊട്ടമാന്തൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരണം. ഈ മീൻ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇതിന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതെങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ റെസിപ്പി. ഇത് ഉണക്കമീൻ്റെ താളിപ്പാണെങ്കിൽ പോലും ഞാനിതിന് ഉണക്കമീൻ സൂപ്പ് എന്നാണ് കേട്ടോ പറയാ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.